പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ബാല വിവാഹം കഴിച്ച തീയതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളോടൊക്കെ പറഞ്ഞ തീയതി 6 മാസങ്ങൾക്ക് ശേഷമുള്ളതാണ് എന്നാണ് ബാല പറയുന്നത്. ബാലയുടെ വിവാഹം കഴിഞ്ഞ മാസമായിരുന്നു നടന്നത്. എന്നാൽ അതല്ല ശരിക്കും താൻ വിവാഹം കഴിച്ച മാസം എന്നാണ് പറയുന്നത്. 6 മാസങ്ങൾക്ക് മുൻപേ താൻ ഗോകുലയെ വിവാഹം കഴിച്ചു. തൻ്റെ വീട്ടിൽ വെച്ച് ചെറിയ ഒരു ചടങ്ങോടുകൂടിയാണ് താൻ ഗോകുലയെ വിവാഹം കഴിച്ചത്. ആ സമയം മുതൽ തന്നെ ഗോകുല തൻ്റെ വീട്ടിലുണ്ട്. ഇനി ആളുകളെ അറിയിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ രണ്ടാമത് അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയത്. താലി കെട്ടണത് അമ്പലത്തിൽ വെച്ചായിരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആദ്യം, അതായത് ഈ വിവാഹം നടക്കുന്നതിന് 6 മാസം മുൻപ് ചില ആവശ്യങ്ങളും ചില കാര്യങ്ങളും ഉള്ളതുകൊണ്ടും അത്യാവശ്യമായി വീട്ടിൽ വെച്ച് താലി കെട്ടേണ്ടി വന്നു. ചെറിയ ചടങ്ങോടുകൂടി നടത്താമെന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തത്. ഇനിയൊരു ആഡംബര കല്യാണം വേണ്ടല്ലോ. ഇതിന് മുമ്പുള്ള കല്യാണങ്ങളെല്ലാം തന്നെ വളരെയധികം ആഡംബരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി. അത് ശരിയാണെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആരെയും അറിയിക്കാതെ ഒരു വിവാഹം നടത്തി. പക്ഷേ ഇത്രയും അധികം ആളുകൾ അറിയുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഗോകുലയെക്കുറിച്ച് ഒരു മോശം വാക്കോ വാർത്തയോ വരരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് രണ്ടാമത് അമ്പലത്തിൽ പോയി വിവാഹം കഴിച്ചതും എല്ലാവരെയും അറിയിച്ചതും. ഗോകുല അത്രയും നാളും തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തന്നെ നന്നായി ഭംഗിയായി നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഗോകുല എന്ന അത്രയും നാളുകൊണ്ടും എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹത്തിലേക്ക് എത്തിച്ചതും. ഇനിയൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. അമ്മയും എല്ലാവരും നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഗോകുലയ്ക്കും നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ബാല പറയുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു. ഗോകുലയ്ക്ക് ഞാൻ വിവാഹം കഴിക്കണമെന്ന് വളരെയധികം നിർബന്ധമാണ്. ഞാൻ വിവാഹം കഴിക്കണമെന്ന് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ഇത്രയും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കുമെന്ന് പറഞ്ഞപ്പോഴും അവരെനിക്ക് പിന്തുണ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എനിക്ക് പിന്തുണ നൽകിയപ്പോൾ തന്നെ എനിക്ക് അതിനൊരു കുറ്റവും തോന്നിയില്ല. മറിച്ച് ഗോകുലയെ ആരെന്ന് പോലും പറയാതെ തന്നോടൊപ്പം നിർത്തുമ്പോൾ അതിനൊരുപാട് പ്രശ്നങ്ങൾ ഞാൻ നടത്തേണ്ടി വരും. എന്നാൽ ഇനി അതൊന്നും പാടില്ലല്ലോ, അതൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് ബാല പറയുന്നു. ഗോകുലയ്ക്കും ഒരു ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല, ഗോകുലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അത് തന്നെയാണ് തൻ്റെയും കാര്യം. അതുകൊണ്ട് തന്നെയാണ് താനും അങ്ങനൊരു തീരുമാനമെടുത്തത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഗോകുലയെക്കുറിച്ച് സംസാരിക്കുന്നു. നല്ലത് മാത്രമാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, ഗോകുലയെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് എന്ന് ബാല പറയുന്നു. ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞു ഗോകുല. മലയാളം അറിയില്ലെങ്കിലും മലയാളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ഗോകുല കുറച്ചൊക്കെ മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്നു. അത് തന്നെ മലയാളികളോടുള്ള സ്നേഹമാണ് കാണിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ വെച്ച് താലി കെട്ടി 6 മാസത്തിന് ശേഷം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു എന്ന് ബാല പറയുമ്പോൾ പ്രേക്ഷകർക്ക് പറ്റിക്കപ്പെട്ടതുപോലെ തോന്നുന്നു എന്നാണ് ചോദിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിലായപ്പോൾ നോക്കാൻ ആരും ഉണ്ടായില്ല. അങ്ങനെയാണ് ഗോകുല എത്തിയത്. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഫോണിൽ നിന്നും ചിത്രം ലീക്കായി. തുറന്ന് സംസാരിച്ചാൽ പലരുടെയും ജീവിതം നഷ്ടമാകുമെന്നാണ് ബാല പറയുന്നത്. സ്വസ്ഥമായി കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് താനെന്ന് ബാല പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.